പള്ളി ചട്ടമ്പി നമ്മുടെ ഡിജോ ജോസ് ആന്റണി ചേട്ടന്റെ പടം, ജനഗണമന, ക്വീന്, അതിനുശേഷം എടുക്കുന്ന പടം, ഇത് പോരണ ടൊവിനോ തോമസ്, കയഡു, ലോറ്, നമ്മുടെ ഒന്നൊന്നര ക്യാമിയോ, അതൊരാളാണ്, നമ്മുടെ മുത്താണ്. ബട്ട് 1950 നടക്കുന്ന ഒരു പള്ളിച്ചട്ടമ്പിയുടെ കഥ, അതിനിടയിൽ കുറെ പൊളിറ്റിക്സ്, പിന്നെ കാസ്റ്റിസം, റിലീജിയൻ, അതിന്റെ ബാക്ക്ഡ്രോപ്പിൽ നടക്കുന്ന ഒരു ഒന്നൊന്നര ലാൻഡ് മാഫിയ, ഫ്യൂഡൽ ലോർഡിന്റെ കഥ കൂടി മിക്സ്ചറായി വരുന്ന, അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയ കഥയുണ്ടല്ലോ. ആകെ മൊത്തം വിഷുവിന് പൊട്ടിയ ഒരു ഒന്നൊന്നര പടക്കം, അതായത് പൊട്ടിയ ചട്ടമ്പി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിവരിക്കാം. അങ്ങനെ തുടങ്ങുന്ന ഒരു സംഭവത്തിൻ്റെ മുകളിൽ ആദ്യം തന്നെ പറയാനുള്ള ഒരു ആൻറ്റി കമ്മ്യൂണിസ്റ്റ് വിമോചന സമരത്തിൻ്റെ മുകളിൽ ബേസിസ് ചെയ്തിട്ടുള്ള ഒരു റിലീജിയൻ പൊളിറ്റിക്കൽ ഒരു സംഭവമായിട്ടാണ് തുടങ്ങിയത്. അവിടെ വരുന്ന ഒരു ചട്ടമ്പി, അതാണ് ടൊവിനോ ചേട്ടൻ. ആസ് യൂഷ്വൽ പുള്ളിക്കാരൻ ഇച്ചായൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അന്യായ പെർഫോം ചെയ്യാൻ, പീക്ക് ഒരു ആറ്റിറ്റ്യൂഡ്, സ്വാഗ്, ആ ഒരു ബോഡി, അതിന് മാത്രമുണ്ട്. ഒരു ചട്ടമ്പി ആവാൻ മാത്രമുണ്ട്. പിന്നെ ഒരു നായിക വരുന്നുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് കയറി വന്നതാ. ആ കുട്ടിക്ക് ഒന്നിക്കും മലയാളം പറയാൻ പറ്റണം, അല്ലെ കുട്ടിക്ക് അഭിനയിക്കാൻ പറ്റണം, അല്ലെ കുട്ടിക്ക് നല്ലൊരു എക്സ്പ്രഷൻ കൊടുക്കാൻ പറ്റണം. ക്ലോസപ്പ് ഷോട്ട് വെച്ചാലും വൈഡ് ഷോട്ട് വെച്ചാലും ഒരേ എക്സ്പ്രഷനും ഒരേ ചിരിയും. കുട്ടി വെറുതെ കിടന്ന് ചിരിക്കുക ഒരു ബൊമ്മനെ പോലെ, തുടക്കം മുതൽ അവസാനം വരെ. എന്താണ് ചെയ്തു വെച്ചേക്കുന്നത് എൻ്റെ കയഡ്? നമ്മുടെ നാട്ടിൽ വേറെ അഭിനയിക്കാൻ എന്താ പറയുക, പെൺകുട്ടികളില്ലായിട്ടാണോ, നല്ല നടിമാരില്ലായിട്ടാണ് ആ കുട്ടീനെയൊക്കെ കൊണ്ടുപോയിട്ട്? അബദ്ധം എന്നൊക്കെ പറഞ്ഞാൽ വെരി വേസ്റ്റ് പെർഫോമൻസ്, പത്തറ്റിക് എന്ന് വേണം പറയാം. പിന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു മനുഷ്യനെ, മലയാളത്തിൻ്റെ ഒരു നല്ലൊരു, ഞാൻ പറയുന്നില്ല ആളെ, നിങ്ങൾ പടം പോയി തിയേറ്ററിൽ കണ്ടോ, ഇനിയിപ്പോൾ സസ്പെൻസ് പൊളിച്ചെന്നുകൊണ്ട് എൻ്റെ മുകളിൽ പ്രശ്നം വരും. ആ മനുഷ്യനൊക്കെ കൊടുത്ത താടിയും എന്തൊക്കെ അവരാതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യനൊക്കെ നശിപ്പിച്ച് കളഞ്ഞു. അതിനൊരു പ്രീ ക്ലൈമാക്സിന് മുമ്പിന് ശേഷം ഒരു ആഫ്റ്റർ ക്ലൈമാക്സ്, എന്തൊക്കെ ആകത്തും തരിച്ച് വന്നായിരുന്നു പടം കണ്ടോണ്ടിരിക്കുന്ന സമയത്ത്. എന്തെങ്കിലും ഒന്ന് കണ്ടേ. പിന്നെ കുറച്ച് ആർട്ട് വർക്ക് നന്നായിട്ടുണ്ട്, നല്ല കോസ്റ്റ്യൂമും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. വേറെ എന്താ പടത്തിൽ നല്ലതെന്ന് പറയാൻ? വേണമെങ്കിൽ പോയി കാണാം, അത്രേ പറയുന്നുള്ളൂ. ഒരു സ്റ്റോറി ലൈന് ഭയങ്കര വീക്കാണ്. എന്താ പറയുക, ഒരു ക്യാമിയോ വന്നത് അട്ടർ ഫ്ലോപ്പ്. പിന്നെന്താ പറയുക, കുറച്ച് ഗിമിക്സും ഫൈറ്റും കാര്യങ്ങളൊക്കെ, കുറച്ചൊരു ക്യാമറ വർക്കും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്, അത്രേ പറയാനുള്ളൂ. വിഷുവിന് പൊട്ടിയൊരു നല്ല പടക്കം എന്ന് വേണമെങ്കിൽ പറയാം. ഇച്ചായ സോറി, ഡിജോ ചേട്ടാ സോറി, ആൻഡ് ഏട്ടാ ആളായിരുന്നു മനസ്സിലായിട്ടുണ്ടാവും, ഏട്ടനോടും സോറി, അത്രേ പറയാനുള്ളൂ പടം. താങ്ക് യു.